നമുക്കറിയാവുന്ന വിഷയമാണ് കേരളത്തിൽ ഇന്ന് ലഹരി മാഫിയകളുടെ വിളയാട്ടം നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഓരോ ദിവസം നമ്മൾ നവമാധ്യമങ്ങൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനേകം കേസുകളാണ് നമുക്ക് ദിവസവും കാണാൻ കഴിയുന്നത്. പക്ഷേ ഇന്ന് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ PC വിഷ്ണുനാഥ് ഒരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു. അതായത് ലഹരി ആയിട്ട് ബന്ധപ്പെട്ട് അതിന് MP രാജേഷ് MLA ഉത്തരം പറഞ്ഞത് കേരളം ഇന്ത്യയെ സംബന്ധിച്ച് ലഹരി കേസുകളിൽ പിന്നിലാണെന്നും പക്ഷേ ഇന്ത്യയിലെ ലഹരി കേസുകൾ ഒരു വർഷത്തിൻ്റെ 50% വർദ്ധിച്ചിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ലഹരി കേസുകൾ ഒരുപാട് വർധനവ് ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഓരോ ദിവസവും നവമാധ്യമങ്ങൾ തുറന്നു നോക്കി കഴിഞ്ഞാൽ ലഹരി കാരണം അമ്മയെ കൊല്ലുന്ന അല്ലെങ്കിൽ സഹോദരനെ കൊല്ലുന്ന സുഹൃത്തിനെ കൊല്ലുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലഹരി മാഫിയ കേരളത്തിലെ പിടിമുറുക്കിയിട്ടുള്ളത് എന്നത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. ആ ഒരവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ PC വിഷ്ണുനാഥ് ഒരു കാര്യം ഉന്നയിച്ചത് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട. അതിന് നമ്മുടെ MP രാജേഷ് MLA ഉത്തരം പറഞ്ഞത് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലഹരി കേസുകൾ കേരളത്തിലാണ് പുറകിൽ. പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഇവിടുത്തെ എൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ എക്സൈസിന്റെ മേന്മയാണെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ഒരു വർഷത്തിനിടെ 50% മുകളിലാണ് ഈ ലഹരി കേസുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയെ തന്നെ ലഹരി മാഫിയ കൈയടക്കി വെച്ചേക്കുന്ന ഒരു അവസ്ഥ. തീർച്ചയായിട്ടും. കാരണം കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ നിരവധി കേസുകളാണ് ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ദിവസം തന്നെ ഒരു 3, 4, 5 കേസുകളാണ് ലഹരി സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കോഴിക്കോട് നിന്ന് ഒരു 5 കിലോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നല്ല രീതിയിൽ MDMA പിടിക്കുന്നതായിട്ടുണ്ടായിരുന്നു. MDMA പിടിച്ചെടുത്തു. അപ്പോൾ ഓരോ ദിവസം നമ്മൾ ഈ ഒരു വാർത്ത തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് സ്കൂളുകളിൽ തന്നെ കഞ്ചാവ് സുലഭമായി കിട്ടിയിരുന്ന ഒരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഡ്രഗ്സിനെതിരെ ക്യാമ്പയിനുകൾ ഉൾപ്പെടെ നമ്മൾ ആ ഒരു സമയത്തൊക്കെ നടത്തി. അല്ല, ഒന്ന് ആലോചിക്കോ, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നിയമസഭയിൽ പറഞ്ഞു. പക്ഷെ അതിന്റെ പുറകിലെയാണ് ഇപ്പൊ അടുത്ത ന്യൂസ് വന്നിട്ടുള്ളത്. നമ്മുടെ ഷൈൻ ടോം ചാക്കോ, സിനിമ നടനായിട്ടുള്ള അദ്ദേഹം പണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ലഹരി കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ കേസിന് അദ്ദേഹത്തിനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു എന്നൊരു വാർത്ത പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെയല്ലേ നമ്മുടെ കേരളത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത്. ലഹരി കേസുമായിട്ട് പല കേസുകൾ പിടിച്ചു കഴിഞ്ഞാലും അവരെ വെറുതെ വിടുന്ന അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. കൂടുതലായിട്ടും ഈ ലഹരി കേസിൽ ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് പിടിക്കപ്പെടുന്നത് എങ്കിൽ അവർക്ക് അധികം ശിക്ഷ കിട്ടാൻ പോകുന്നില്ല. കാരണം നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് അധികം ശിക്ഷ അവർക്ക് ലഭിക്കില്ല. അപ്പൊ അത്തരത്തിൽ കുട്ടികൾ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ഇതുപോലെ ഡ്രഗ്സിന് അടിമപ്പെടുന്നതായിട്ടൊരു സാഹചര്യമുണ്ട്. അപ്പോൾ പൊതുവെ ഒരു സമൂഹത്തിനൊരു ചിന്തയുണ്ട്. കാരണം ഇങ്ങനെ ഇത്തരം കേസുകൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിലും അധികം ജയിലിൽ കിടക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ അധികം ഒരു 5, 6 വർഷത്തോളം കിടക്കേണ്ടി വരില്ല, നമുക്ക് ഊരിപ്പോരാൻ പറ്റുമെന്നൊരു ചിന്താഗതിയുണ്ട്. അതിന് ശരിവെക്കുന്നതാണ് നമ്മുടെ ഷൈൻ ടോം ചാക്കോയെ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നു എന്നൊരു വാർത്ത വരുമ്പോൾ ഉള്ളത്. കാരണം നമ്മൾ കണ്ടതാണ് പണ്ടൊരു ലഹരി പാർട്ടിക്കിടെ ഷൈൻ ടോം ചാക്കോനെ ലഹരിയോടെ കൂടി പിടിക്കപ്പെടുന്നതും, അല്ലെങ്കിൽ അതൊക്കെ എല്ലാ മാധ്യമങ്ങളിലും വന്നൊരു വാർത്തയാണ്. കാരണം പുള്ളി ലഹരി കേസിലാണ് പിടിച്ചത് എന്നുള്ളതിന് തെളിവ് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിനെ വെറുതെ വിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സിനിമാ മേഖലയിൽ നല്ല രീതിയിൽ ലഹരി ഉണ്ട്, അല്ലെങ്കിൽ ലഹരിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിനകത്ത് എടുത്തു പറഞ്ഞ കാര്യമാണ് സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം. ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ ലഹരി മാഫിയ റാക്കറ്റുകൾ ഈ സിനിമാ താരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ള ചർച്ചകളൊക്കെ അടുത്ത കാലത്തുണ്ടായിരുന്നു. കാരണം അതിപ്പോ ഒരു നീഡായി മാറിയിരിക്കും, ഒരു ബേസിക് നീഡായിട്ട്. അത് ഒരു സിഗരറ്റോ മദ്യപാനോ മാത്രമല്ല, സിന്തറ്റിക് ഡ്രഗുകളാണ്. നമ്മുടെ മനുഷ്യന്റെ തന്നെ ഒരു ശരീരഘടനയെ തന്നെ നശിപ്പിക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ ഒരാളുടെ മാനസിക നില തന്നെ തെറ്റിക്കാൻ കഴിവുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ആണ്. അപ്പൊ ഈ ഡ്രഗ്സിന്റെ ഒക്കെ അളവ് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ മരിച്ചു വരെ പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. കോഴിക്കോട് തന്നെ അടുത്ത് തന്നെ ഇങ്ങനെ ഈ ഒരു ഡ്രഗിന്റെ അളവ് കൂടിയിട്ട് ഒരാൾ മരിച്ച, ഒരു 24-25 വയസ്സ് പ്രായമുള്ള ഒരാളും മരിച്ചതിന്റെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. കാരണം അവിടെ തന്നെ കുറെ അധികം ഇതേപോലെ മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. കൂടുതലായിട്ടും ഇത് ചെന്നിട്ടുണ്ടെങ്കിൽ, കാരണം പലരും ഉപയോഗിക്കുന്നതിന്റെ കൂട്ടത്തിൽ അളവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ലഹരിയാണ് ഇത്. പക്ഷേ കൂടുതലായിട്ടുള്ള നമ്മൾ ഇതൊരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇവർക്കൊക്കെ അറിയാം, ഈ ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം ഇതിന്റെ ദൂഷ്യഫലങ്ങൾ എന്താണ്, ഇതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നന്നായിട്ട് അറിയാം. അപ്പൊ നമ്മൾ ഈ ഡ്രഗിനെതിരായിട്ടൊരു ക്യാമ്പയിൻ നടത്തിയതുകൊണ്ടോ അല്ല എല്ലാവരോടും പറഞ്ഞു കൊടുത്തിട്ടുകൊണ്ട് കാര്യമില്ല. കൂടുതലായിട്ടും നമ്മൾ പുറത്തു നിന്നാണ് ഡ്രഗ്സ് വരുന്നതെന്ന് നമ്മുടെ മന്ത്രി പറയുന്നുണ്ട്. ശരിയാണ്, ഈ റെയിൽ വഴി, അല്ലെങ്കിൽ കൂടുതലായിട്ടും റെയിൽ വഴി തന്നെയാണ് പുറത്തു നിന്നുള്ള കർണാടക, ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ളിടത്തുനിന്ന്. ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളിൽ നിന്ന് തന്നെ എത്രയോ എടുത്തുനിന്നാണ് നമ്മുടെ
കേരളത്തിലേക്ക് വന്നിട്ട് പിടിച്ചിട്ടുള്ളത് ഡ്രഗ്സ്. ഈ അടുത്തിടയ്ക്ക് തന്നെ ഒരു അമ്മയും മകനെയും അറസ്റ്റ് ചെയ്യുന്നതായിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ലഹരി കൊണ്ടുവന്നിട്ട് കുടുംബത്തോടെ കച്ചവടം നടത്തിയെന്നാണ് പറയുന്നത്. അവരതിനെ എതിർക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള കുറ്റപത്രം ഒന്നും സമർപ്പിച്ചിട്ടില്ല. പുറത്തുവന്ന വാർത്ത അനുസരിച്ച് കുടുംബത്തോടെ ആ ലഹരി വിൽക്കുകയാണ്. കാരണം നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ ഇന്ന് പലപ്പോഴും സാമ്പത്തികപരമായിട്ട് നല്ലൊരു പൈസ ഉണ്ടാക്കാനുള്ള മാർഗമായിട്ടാണ് ലഹരിയെ പലപ്പോഴും കാണുന്നത്. അതിനപ്പുറത്തേക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലഹരി വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോൾ, ഇപ്പം ലഹരി ഉപയോഗിക്കുന്ന ആൾക്ക് ലഹരി വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോൾ മറ്റുള്ളവർക്ക് ആ ലഹരി കൊടുത്തിട്ട് അതിൻ്റെ ഒരു പങ്ക് പറ്റുക. അങ്ങനെയും ജീവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ട്. ലഹരി കൊണ്ട് ജീവിക്കാൻ വേണ്ടി ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് പേര് ഇന്ന് സമൂഹത്തിൽ വരുമ്പോൾ അത് തെറ്റായ സന്ദേശമാണ് ആളുകൾക്ക് കൊടുക്കുന്നത്. അത് മാത്രമല്ല, ഒരു സമൂഹത്തെ തന്നെ നശിപ്പിക്കുന്ന ഒന്നാണ് ഈ ലഹരി എന്ന് പറയുന്നത്. സാധാരണ ഒരാൾ സിഗരറ്റ് വലിക്കുന്നോ പുക വലിക്കുന്നോ പോലെയുള്ള കാര്യങ്ങളല്ല ഈ സിന്തറ്റിക് ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ അത് ഒരാളുടെ ജീവിതം മൊത്തത്തിൽ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു കാര്യമാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ്. അയാളുടെ ജീവിതം മാത്രമല്ല, ഇത്തരം ഡ്രഗ്സ് കൊണ്ട് മാനസികാവസ്ഥ തകർന്ന് എത്രയോ ആൾക്കാരുടെ ജീവനുകളാണ് ഇവർ എടുക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ അമ്മയെ കൊന്ന മകൻ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. അത് അവരുടെ ജീവന് മാത്രമല്ല, ചുറ്റുപാടുമുള്ള ആൾക്കാരുടെ തന്നെ ജീവന് തന്നെ ഭീഷണിയായിട്ടാണ് ഇത്തരം ഡ്രഗുകളാണെങ്കിലും ലഹരികളാണെങ്കിലും മാറുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരം ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇവർക്ക് ഇത്തരം ഡ്രഗ് അഡിക്റ്റഡ് ആണ് അല്ലെങ്കിൽ പൂർണ്ണമായും മാറിയിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാം. കാരണം ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡ്രഗ് അഡിക്ഷൻ സെന്റേഴ്സിൽ നിന്നൊക്കെ ഇവരെ പുറത്തു വിടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പിന്നീട് ഇവര് വീണ്ടും ഇതേ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് വീണ്ടും മാനസിക നില, കാരണം ഡ്രഗ് അഡിക്ഷൻ സെന്റേഴ്സിൽ പല തരത്തിലുള്ള മരുന്നുകളൊക്കെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തീവ്രത വളരെയധികം കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഡ്രഗ് അഡിക്ഷൻ സെന്റേഴ്സിൽ നിന്ന് പുറത്തു വരുന്ന ആൾക്കാർ കൂടുതലായിട്ടും ഡ്രഗുകൾ ഉപയോഗിച്ചിട്ട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ആ മകൻ അമ്മയെ അതിക്രൂരമായി വെട്ടിക്കൊന്നിട്ട്. അതിന്റെ റീസൺ തന്നെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു അത്ഭുതം തോന്നും. കാരണം അത് അതിന്റെ ഒരു റിയാക്ഷൻ ആണ്. അതോടൊപ്പം തന്നെ ഡ്രഗ് വാങ്ങിക്കാൻ പൈസ കൊടുക്കാത്തതിന് അപ്പൂപ്പനെയും അമ്മയും കൊന്നിട്ട് കാശ്മീരിലേക്ക് പോയ ഒരു മകനെയൊക്കെ നമുക്കറിയാം. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സ്, കാരണം ഇവർക്കൊക്കെ അറിയാം എന്താണ് ഈ ഡ്രഗ്സ് അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉണ്ടാവുന്ന ദൂഷ്യം എല്ലാം നമുക്കറിയാം. പക്ഷെ നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ഫോഴ്സ് അല്ലെങ്കിൽ നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരെ പിടിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു പഴുതൊന്നും പഴുത് മാത്രമല്ല, പഴുതെന്ന് വെച്ച് കഴിഞ്ഞാല് സർക്കാർ മേഖല അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിലെ ആളുകൾ പലരും ഈ ഡ്രഗ്സ് മാഫിയയുടെ കൂടെയുള്ള ആളുകളാണ്. നമ്മൾ ഇടയ്ക്ക് വെച്ച് തന്നെയാണ് കളമശ്ശേരിയിൽ നിന്നും ഒരു സെക്സ് റാക്കറ്റിനെ പിടിക്കുന്നതിനിടയിൽ ഒരു പോലീസുകാരൻ നടക്കുന്ന സെക്സ് റാക്കറ്റ്, അതിൽ അയാൾ സിന്തറ്റിക് ഡ്രഗ്സ് ആണ് വിൽക്കുന്നത്, ഒരു പോലീസുകാരനാണ്. അപ്പൊ ഈ പോലീസുകാരാണ് ഈ രഹസ്യ വിവരങ്ങൾ ഇവർക്ക് കൊടുക്കുന്നത്. പോലീസിന്റെ സഹായത്തോടെ തന്നെയാണ് ഈ നാട്ടിലെ ഡ്രഗ്സ് മാഫിയകൾ പ്രവർത്തിക്കുന്നത്. അത് പോലീസുകാരാണ്. പോലീസ് സംവിധാനം പലപ്പോഴും ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് പല പോലീസുകാരും ഈ ഒരു കാര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അതിന് ഒരുപാട് കേസുകളും നമ്മൾ കണ്ടതാണ്, അങ്ങനെ പല ആളുകളെയും പിടിക്കുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സമൂഹത്തിന് ബാധിതമായിട്ടുള്ള ഡ്രഗ്സിന്റെ യൂസ് അത് തിരുത്തേണ്ട പോലീസ് സംവിധാനം തന്നെ ഈ ഒരു രീതിയിൽ വരുമ്പോൾ നമ്മുടെ സംവിധാനത്തെ തന്നെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടി വരും. അത് ആ ഒരു കേസാണ് നമ്മൾ ഈ ഷൈൻ ടോം ചാക്കോയുടെ കേസിൽ കണ്ടത്. നിയമവ്യവസ്ഥയെ തന്നെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം ലഹരി കടത്തുമായി പിടിച്ച ഒരാൾക്ക് ആ ഒരു കേസിൽ വെറുതെ വിടുക എന്ന് പറയുമ്പോൾ നമ്മുടെ നിയമ സംവിധാനത്തെ നമ്മൾ തന്നെ ചോദ്യം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നുണ്ട്.